സംസ്ഥാനത്ത് തന്നെ ഒരുപക്ഷെ ഏറ്റവും ആദ്യം പ്രചാരണം തുടങ്ങിയ നിയമസഭാ തെരഞ്ഞെടുപ്പിന് വേണ്ടി പ്രചാരണം തുടങ്ങിയ സ്ഥാനാർത്ഥി PV അൻവർ ആയിരിക്കും. അൻവർ ബേപ്പൂരിൽ ഇതിനോടകം തന്നെ നിറഞ്ഞു നിൽക്കുകയാണ്. കല്യാണ വീടുകൾ, ആളുകൾ കൂടുന്ന സ്ഥലങ്ങൾ, പൊതുപരിപാടികൾ, ക്ഷേത്രങ്ങൾ, ആരാധനാലയങ്ങൾ, അങ്ങനെ എല്ലായിടത്തും എത്തി അൻവർ പ്രചാരണം നടത്തുകയാണ്. അൻവറിന് ബേപ്പൂരിൽ എത്രത്തോളം സാധ്യതയുണ്ട്? മുഹമ്മദ് റിയാസ് ആയിരിക്കും, മന്ത്രി മുഹമ്മദ് റിയാസ് ആയിരിക്കും എതിരാളിയെങ്കിൽ അൻവറിന് ബേപ്പൂരിൽ നിന്ന് കരകയറാൻ കഴിയുമോ? നമുക്ക് ബേപ്പൂരിലെ പ്രബുദ്ധരായ വോട്ടർമാരോട് അക്കാര്യങ്ങൾ ചോദിക്കാം, അവരുടെ അഭിപ്രായങ്ങൾ തേടാം. ഏട്ടാ, ഇവിടെ ഈ അൻവർ മത്സരിച്ച് ജയിക്കോ? പ്രയാസാണ്. ഇവിടെ അൻവർ മത്സരിച്ചാൽ ജയിക്കാൻ എന്തെങ്കിലും സാധ്യതയുണ്ടോ? കഴിച്ചുള്ള കാര്യം സംശയമാണ്. കഴിച്ചിലാവൂല. അതിന്റെ കാരണം മൂപ്പര് അത്ര വികസനം ചെയ്തത്. എത്രത്തോളം സാധ്യത ഉണ്ട് അൻവറിന്? അൻവറിന് എത്രത്തോളം സാധ്യത ഉണ്ടെന്ന് അറിയില്ല, തീരല്ല. അത്ര തന്നെ. ഇവിടെ അൻവർ മത്സരിച്ചാൽ ജയിക്കാൻ എന്തെങ്കിലും അൻവർ ജയിക്കും. കാരണം ഈ ഫിഷ് ലാൻഡിംഗ് സെന്ററിന്റെ അവസ്ഥ തന്നെ അത്രയും ശോചനീയമാണ്. 40 വർഷമായി ഇവിടെ മത്സ്യബന്ധനം നടത്തുന്നത്. ഇവിടുത്തെ ജനങ്ങളുടെ, ഇവിടുത്തെ തൊഴിലാളികളുടെ ഏറെ കാലത്ത് ആവശ്യമായിരുന്നു ഒരു ആധുനിക സജ്ജീകരണത്തോടുള്ള ഒരു ഫിഷ് ലാൻഡിംഗ് സെന്റർ. പല മന്ത്രിമാരും എളമരഗിരിയും ആയപ്പോഴും VKC ആയപ്പോഴും റിയാസ് ആയപ്പോഴും കോടികൾ പാസ്സാക്കി നല്ല ബോർഡ് വെക്കാന്നല്ലാതെ ഒന്നും ചെയ്തിട്ടില്ല. ഇപ്പം ചെയ്തത് ഈ ഒരു കോൺക്രീറ്റ് മാത്രമാണ്. ഈ തെരഞ്ഞെടുപ്പിന്റെ ഒരു പൊടിക്കൈയായിട്ട് ചെയ്തതാണ്. ഇതിൽ പ്രതിഷേധമുണ്ട് ജനങ്ങൾക്ക്. ആ പ്രതിഷേധം തീർച്ചയായിട്ടും വോട്ടായിട്ട് മാറും. അൻവർ ജയിക്കുകയും ചെയ്യും. അൻവർ മത്സരിച്ച് കഴിഞ്ഞാൽ ഒരു മാറ്റം വരണ്ടേ? വരും. എന്താണ് ഒരു മാറ്റം വരണം ഇവിടെ. ഇതുവരെ 65 കൊല്ലം ഈ പോലെ തന്നെയാണ് ഭരിക്കുന്നത്. മാർക്സിസ്റ്റ് പാർട്ടി ഒരു വികസനം ഇല്ല. ഇപ്പൊ അൻവർ വരണമെന്ന് അറിഞ്ഞപ്പോ ഇവിടെ കോൺക്രീറ്റ് ചെയ്താണ്. എല്ലാം ഒന്നും ഉണ്ടാവില്ല, ഒരു വികസനം ഉണ്ടാവില്ല. ഏതാണ് അഭിപ്രായം? നമുക്ക് കൂടുതൽ ആളുകളോടൊക്കെ ചോദിക്കാം എന്താണ് അവരുടെ അഭിപ്രായങ്ങൾ എന്നുള്ളത്. ഇവിടെ PV അൻവർ, മുഹമ്മദ് റിയാസ് മത്സരിച്ച് ആര് ജയിക്കും? റിയാസിന്റെ കുത്തകാണിത്. എന്തായാലും റിയാസിനാണ് ജയിക്കുക. പക്ഷെ അൻവർ ആയതുകൊണ്ട് ചിലപ്പോൾ ഒരു മാറ്റം സംഭവിക്കാൻ സാധ്യത ഉണ്ട്. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇഞ്ചൊടിച്ചുള്ള ഒരു പോരാട്ടം. BJP മാറി നിൽക്കുകയാണെങ്കിൽ എന്തായാലും ചിലപ്പോൾ കോൺഗ്രസ് ജയിക്കും. എന്തായിരിക്കും ഇവിടുത്തെ സാധ്യത? പറയാൻ പറ്റില്ല. അൻവർ ജയിക്കോ? അൻവർ പരാജയപ്പെടും. റിയാസ് ഒരു 30,000 വോട്ടിന് ജയിക്കും. എന്താ ചേട്ടൻ എന്താ ചേട്ടൻ പറയുന്നത്? അൻവർ ജയിക്കോ? അൻവർ ജയിക്കുള്ളൂ, വേറെ ആരും ജയിക്കില്ല. പാട്ടും പാടി ജയിക്കും അൻവർ. എന്താ അങ്ങനെ പറയാൻ? മാറ്റം BJP ഒന്ന് വയ്യ നിന്ന് അൻവർ വിജയിക്കാൻ സാധ്യതയുണ്ട്. അൻവർ ജയിക്കും, ഉറപ്പാ. അൻവർ കാരണം ജയിക്കും. അങ്ങനെയാണ് ഇവിടുത്തെ അവസ്ഥ. ജയിക്കും. നമുക്ക് കുറച്ച് ആളുകളോട് കൂടെ ചോദിക്കാം. ഇവിടെ റിയാസും അൻവറും മത്സരിച്ചാലേ ആരാ ജയിക്കാൻ സാധ്യത? മിക്കവാറും റിയാസും ധരിക്കും. ഉറപ്പാണ്. എന്താ നിങ്ങൾക്ക് അൻവർ റിയാസ് മത്സരിച്ചാല്? ഞാൻ കമ്മ്യൂണിസ്റ്റുകാരനാണ്, ഞാൻ അതുകൊണ്ട് പറഞ്ഞു. അയാള് മുസ്ലിം ലീഗുകാരനാണ്, അതുകൊണ്ട് പറഞ്ഞു. ഈ അൻവറും റിയാസും കൂടെ മത്സരിച്ച ആര് ജയിക്കും? റിയാസ്. ഇവിടെ അൻവറും റിയാസും മത്സരിച്ച ആര് ജയിക്കും? അൻവറും റിയാസും കൂടെ മത്സരിച്ച ആര് ജയിക്കും? അൻവർ ജയിക്കും. കാരണം അങ്ങനെയാണ് ഇവിടുത്തെ സ്ഥിതി. ഞങ്ങളിപ്പോ ഇത്രയും കാലമായിട്ട് ഇവിടെ ചളിയിലായിരുന്നു. പ്രയാസമുള്ള കാര്യമാണല്ലോ. ഇവിടുത്തെ MLA ഒരു ഭരണവിരുദ്ധ വികാരമുണ്ട്. 2022-23 വർഷത്തിൽ തന്നെ ഇവിടെ അവര് ഫണ്ട് പാസ്സാക്കിയതാണ്. എങ്ങനെ പാസ്സാക്കണം ഞങ്ങൾക്ക് അറിയില്ല. എവിടെ പോണേന്ന് അറിയില്ല. ഒരുപാട് ഇതിൽ ഫണ്ട് വന്നിട്ടുണ്ട്. ഫണ്ട് ഇങ്ങോട്ട് എന്താവണില്ല, എത്തുന്നില്ല. ഇവിടെ റിയാസും അൻവറും കൂടെ മത്സരിച്ച ആരായിരിക്കും? അൻവർ ജയിക്കും. കാരണം ഒരു ഫാക്ടറാണ്. സാധ്യതയുണ്ട്. നിലവിലത്തെ MLA ഒരു താല്പര്യം കുറഞ്ഞിട്ടുണ്ടോ ആളുകൾക്ക്? അങ്ങനെ അഴിമതി മൊത്തത്തിലുള്ള ഒരു ട്രെൻഡല്ലേ. സംസ്ഥാന സർക്കാരിനോടുള്ള വിയോജിപ്പ് ബേപ്പൂരിലും എന്തായാലും അത് ബാധിക്കും. അപ്പോ ഇതാണ് ബേപ്പൂരുകാരുടെ അഭിപ്രായം. ഞാനിപ്പോൾ ഉള്ളത് ചാലിയം ഫിഷ് ലാൻഡിംഗ് സെന്ററിലാണ്. ഇവിടെയുള്ള ആളുകളുടെ പ്രതികരണങ്ങളാണ്, രാവിലെ തന്നെ എത്തിയിട്ടുള്ള മത്സ്യത്തൊഴിലാളികളുടെ പ്രതികരണങ്ങളാണ് നമ്മൾ തേടിയത്. സമ്മിശ്രമായിട്ടുള്ള അഭിപ്രായമാണ്. ചില ആളുകൾ നിലവിലത്തെ MLA തുടരും എന്ന് പറയുന്നുണ്ട്. അദ്ദേഹം ഒരുപാട് വികസന പദ്ധതികൾ നടപ്പാക്കിയിട്ടുണ്ട് എന്ന് പറയുന്നു. എന്നാൽ വേണ്ടുന്ന തരത്തിൽ അത് ജനങ്ങളിലേക്ക് എത്തിയിട്ടില്ല, പ്രവർത്തനങ്ങളൊന്നും ചെയ്തിട്ടില്ല എന്നും അഭിപ്രായങ്ങളുണ്ട്. അപ്പൊ എന്തായാലും ഇനി ജനങ്ങളാണ് വിധി എഴുതാനുള്ളത്. എന്തായാലും PV അൻവർ മണ്ഡലത്തിൽ സജീവമായി കഴിഞ്ഞു എന്നുള്ളതാണ് നമുക്ക് ബേപ്പൂരിൽ നിന്ന് കാണാൻ കഴിയുന്ന കാഴ്ച. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.